സുഹൃത്തുക്കളെ, എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നില്ലേ, എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റരുത് കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് ഏർണിങ്സ് കിട്ടാൻ താല്പര്യമുള്ളോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം എന്താ പറയുക, ഈ ഇടയായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിൽ സജീവമായിട്ടുണ്ട്, അതിൽ നിന്ന് ഏർണിങ്സ് ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട കേട്ടോ. ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് 100% ഏർണിങ്സ് ലഭിക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ അതിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ 100% ഏർണിങ്സ് ലഭിക്കും. മുന്നേ വെറും ഒരു മുഖപുസ്തകം എന്നുള്ള രീതിയിൽ മാത്രമായി നമുക്ക് കാര്യങ്ങൾ അറിയാനും പറയാനൊക്കെ. ഇന്ന് അതല്ല, ഇന്ന് നമുക്ക് പൈസ ഫേസ്ബുക്ക് തരും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പേജോ നിങ്ങളുടെ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റണം. ഓൺ ചെയ്തിട്ട് വെക്കണം, എന്നാലാണ് കാര്യം നടക്കുള്ളൂ. ഫസ്റ്റ് അതാണ് വേണ്ടത് നമ്മൾ. ഓക്കെ, അപ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആ മുഖം തന്നെ ഒന്ന് മാറിക്കിട്ടും. നമ്മുടെ ഫോട്ടോസും അതിൻ്റെ ആ ഒരു മുഖമൊക്കെ ഉണ്ടല്ലോ, മൊത്തത്തിലൊരു ചേഞ്ച് വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒക്കെ കൂടി പറഞ്ഞാൽ നിങ്ങൾക്കും അത് തലയിൽ കയറില്ല, ഭ്രാന്താവും. അപ്പോൾ ഒന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയും, സ്വന്തം കണ്ടൻറ്റ് മാത്രം ഇടുക. കണ്ണി കണ്ട വീഡിയോസോ കണ്ണി കണ്ട ഫോട്ടോസോ ഒന്നും നമ്മൾ ഇടാണ്ടിരിക്കും. നമ്മുടെ ഓൺ കണ്ടൻറ്റ്, അത് ഫേസ്ബുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓൺ കണ്ടൻറ്റ് നിങ്ങൾ എന്താക്കണം, ഇടണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ നമ്മൾ എടുത്ത നമ്മുടെ കണ്ടൻറ്റുകൾ മാത്രം ഇടുക. അതുപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള മറ്റുള്ളവരെ ഹറാസ് ചെയ്യുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ട് ഇതൊന്നും ഇടാതിരിക്കുക. അത് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ മക്കളാണ്, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കുട്ടികൾ ഓടുന്നത് ചാടുന്നത്, അവരെ ഷർട്ട് ഇടാത്തത് അല്ലെങ്കിൽ ജെറ്റ് ഇടാത്തത് നമ്മൾ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചിലരൊക്കെ അപ്ലോഡിന് കണ്ടിട്ടുണ്ട്. അതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇടുമ്പോഴൊന്നും നമുക്കതൊന്നും വലിയ പ്രശ്നമായിട്ട് മാറില്ല. പിന്നീട് നമ്മൾ മോണിറ്റൈസേഷൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ സമയത്താണ് നമുക്ക് പേ ഔട്ടിൻ്റെ കാര്യം വരുന്ന സമയത്താണ് നമുക്ക് ഏർണിങ്സ് വരാതിരിക്കുക. അതിൽ കാര്യങ്ങൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജും ഒക്കെ വരും നമുക്ക്. ആ സമയത്ത് പിന്നെ നമ്മൾ മേപ്പെട്ടാക്കേണ്ടി വരും. ചിലപ്പോൾ അതൊരു 3 മാസം, 6 മാസം, 1 വർഷത്തോളം അത് നീണ്ടു നിൽക്കും. മനസ്സിലായിണ്ട? ആ ഒരു ബാൻ, ആ ഒരു മൈനസ്, നെഗറ്റീവ് മാറി കിട്ടാൻ 1 വർഷക്കാലം വരെ നമ്മൾ കാത്തിക്കണം. നമ്മൾ പിന്നെ എന്ത് അപ്ലോഡ് ചെയ്തിട്ടും കാര്യമില്ല. എത്ര ഓൺ കണ്ടന്റ് അതിന് ശേഷം അങ്ങനെ സംഭവിച്ചതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമുക്കൊരു പ്രയോജനം. ആ 1 വർഷം നമ്മൾ കാത്തിരുന്നാലാണ് പിന്നെ അതിന് ശേഷം നമുക്ക് ഇടുന്നതിന് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പം പരമാവധി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടോ. പൈസ കിട്ടും, 100% ഉറപ്പാണ്. നമ്മളൊരു ജോലിയാണ്, ജോലി എടുക്കുന്നതിന് നമ്മുടെ സുക്കറുണ്ട് നമുക്ക് പൈസ തരും. മനസ്സിലായ? പക്ഷെ ആ ജോലി നല്ല രീതിയിൽ എടുക്കാമെന്ന് മാത്രം. മറ്റുള്ളവർ കണ്ടന്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനീ മറ്റേ ഈ റിയാക്ഷൻ വീഡിയോസിൻ്റെ കാര്യമായിട്ട്, റിയാക്ഷൻ വീഡിയോ ഒന്നും വിഷയമുള്ള കാര്യമില്ല. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ റിയാക്ഷൻ വീഡിയോ ഞാനും ചെയ്യുന്ന ആളാണ്. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷെ നമ്മൾ വേറെ വല്ല നമ്മുടെ മൊബൈൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന വേറെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളെടുത്തിട്ട് വെറുതെ ഒരു പാട്ട് കയറ്റിയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു മ്യൂസിക് കയറ്റിയിട്ട് അങ്ങനെ ഇട്ടിടൊന്നും കാര്യമില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അതിലുണ്ടാവണം. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മൊബൈലിൽ നമ്മളെടുത്തൊരു വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ കൂടി പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പരസ്പരം സഹകരണം. വലിയ വലിയ ഫോളോവേഴ്സിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമില്ല. തുടക്കക്കാരനെ പരസ്പരം സഹായിക്കുക. ഫോളോ ചെയ്തിട്ട്, കമൻറ്റ് ചെയ്തിട്ട്, ലൈക്ക് ചെയ്തിട്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരമാവധി സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും റീച്ച് ആവും, എല്ലാവരും എൻഗേജ് ആവും. മെയിനായിട്ട് എൻഗേജ് ആവുക എന്നുള്ളതാണ്. ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കമൻറ്റ് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇമോജി ഒഴിവാക്കിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ 4-5 കമൻറ്റ് അവർ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളെയും തിരിച്ച് ഫോളോ ചെയ്യും, കമൻറ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. വലിയ വലിയ ഫോളോവേഴ്സിന്, വലിയ വലിയ സെലിബ്രിറ്റി നമ്മൾ ഫോളോ ചെയ്തിട്ട് അവരെ കമൻറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടില്ല. നമ്മുടെ സമയം വേസ്റ്റ് ആക്കാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.